ശബരിമല കട്ടളപ്പാളി കേസിൽ തന്ത്രി കണ്ഠര രാജീവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് SIT അപ്പീൽ നൽകി. SITയുടെ അപ്പീൽ ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചു. തന്ത്രി കണ്ഠര രാജീവർക്ക് ഹൈക്കോടതി നോട്ടീസും നൽകി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, തന്ത്രിക്ക് ജാമ്യം ലഭിച്ചത് മുതൽ തന്ത്രിയെ വീണ്ടും കൊടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു SIT. ഇപ്പോൾ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് SIT നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ രേഷ്മ. തന്ത്രിയെ ജയിലിൽ അടയ്ക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നീക്കങ്ങളുമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ദ്വാരപാലക കേസിൽ അപ്പീൽ നൽകിക്കൊണ്ട് ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം ഹൈക്കോടതിയിൽ അടക്കം SIT ഉന്നയിച്ചിരുന്നു. സർക്കാരിന്റെ ഒരു നീക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് SIT ഇത്തരത്തിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ ഹർജിയായിട്ടാണ് ഈ കട്ടളപ്പാളി കേസിലും തന്ത്രി കണ്ഠര രാജീവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് SIT ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ അപ്പീൽ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ഒപ്പം തന്നെ ഫയൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തന്ത്രി കണ്ഠര രാജീവർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ഈ അപ്പീലിന്മേൽ തന്ത്രിക്ക് തന്റെ വാദഗതികൾ ഉന്നയിക്കാനാകും. മറുപടി സത്യാവാങ്മൂലത്തിലൂടെയാകും വാദഗതികൾ ഉന്നയിക്കേണ്ടി വരിക. വീണ്ടും ഈ അപ്പീൽ ഹർജി ഹൈക്കോടതി പരിഗണിക്കും. പക്ഷെ ആദ്യത്തെ ഹർജിക്കൊപ്പം തന്നെയായിരിക്കും പരിഗണിക്കുക. അതായത് ഇരു അപ്പീൽ ഹർജികളും ഒരുമിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കും. ആദ്യത്തെ അപ്പീൽ ഹർജിയിൽ പ്രധാനമായിട്ടും SIT ഉന്നയിച്ചിരുന്നത് തന്ത്രിക്കെതിരെ വ്യാപകമായിട്ടുള്ള തെളിവുകളുണ്ട്. മാത്രമല്ല ഈ കേസിലെ സ്വർണ്ണക്കവർച്ച കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധമാണ് തന്ത്രിക്ക് ഉള്ളത്. അങ്ങനെ അനവധി തെളിവുകളും മൊഴിയും തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു SIT സംഘം ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ നേരത്തെ വിജിലൻസ് കോടതിയിൽ ഈ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാനായിട്ട് SITക്ക് സാധിച്ചിരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യത്തിന് ഇതുവരെ SIT സംഘം മറുപടി നൽകിയിട്ടുമില്ല. വിജിലൻസ് കോടതി നേരത്തെ പറഞ്ഞിരുന്നത് തന്ത്രിക്ക് അനുകൂലമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതായത് തന്ത്രിക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകൾ സമർപ്പിക്കാനായിട്ട് SIT സംഘത്തിന് സാധിച്ചില്ല. അത് മാത്രമല്ല, തന്ത്രി എന്ന് പറയുന്നത് താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം, ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം തീരുമാനം എടുക്കേണ്ട വ്യക്തിയാണ്. ഭരണതലത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ഉത്തരവാദിത്വവും അതിന്റെ എല്ലാ കാര്യങ്ങളും കടമയും എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിനാണ്. അതുകൊണ്ട് തന്ത്രിക്ക് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതായിരുന്നു അന്ന് വിജിലൻസ് കോടതിയുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തലും പരാമർശങ്ങളും അടക്കം ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു അപ്പീൽ ഹർജിയിൽ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് SIT ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തതാണ്. അതിനിടയിൽ തന്നെയാണ് രണ്ടാമത്തെ ഈ കട്ടളപ്പാളി കേസിലും ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് SIT സംഘം തന്ത്രിക്കെതിരെ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും തന്ത്രിക്ക് ഈ അപ്പീൽ ഹർജിയിൽ, സർക്കാരിന്റെ അപ്പീൽ ഹർജിയിൽ മറുപടി സത്യാവാങ്മൂലം സമർപ്പിക്കാം. വിനോദ്, വ്യക്തമാണ്. ശബരിമല കട്ടളപ്പാളി കേസിൽ തന്ത്രി കണ്ഠര രാജീവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് SIT ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നു. SITയുടെ അപ്പീൽ പ്രകാരം ഹൈക്കോടതി തന്ത്രി കണ്ഠര രാജീവർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.